ലണ്ടനിൽ മണ്ടനായി ആരിഫ് ഹുസൈൻ. ആരിഫ് ബ്രോ തേഞ്ഞെട്ടുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ വീഡിയോ ആരിഫ് ബ്രോയെ അഭിനന്ദിച്ചുകൊണ്ടാണ് ചെയ്തത്. അദ്ദേഹം ഒരു ഹിന്ദുത്വ തീവ്രവാദി പള്ളിയിൽ ബോംബ് വെക്കുമെന്ന് പറഞ്ഞതിന് പോലീസിനെ വിളിച്ചറിയിച്ചു. നല്ല കാര്യമാണ്. എന്നാൽ ഇതിൽ അദ്ദേഹം തേഞ്ഞെട്ടി എന്ന കാര്യം സംശയമില്ല. ഈ മുസ്ലിം സഹോദരൻ ഇദ്ദേഹത്തെ പരസ്യമായി സംവാദത്തിൽ തോൽപ്പിച്ചു. ഇതൊരു മുസ്ലിം എക്സ് മുസ്ലിമിന് മേൽ നേടിയ വിജയം മാത്രമല്ല, ഒരു വിശ്വാസി അവിശ്വാസിക്ക് മേലിൽ നേടിയ വിജയമാണ്. ഒരു ഈശ്വര വിശ്വാസി നിരീശ്വരവാദിക്ക് മേലിൽ നേടിയ വിജയമാണ്. ഇന്റർനെറ്റ് വന്നാൽ മതങ്ങൾ ഇല്ലാതാകും, ഇന്റർനെറ്റ് വന്നാൽ ഇസ്ലാം ഇല്ലാതാകും, വിശ്വാസങ്ങൾ ഇല്ലാതാകും എന്ന് പറഞ്ഞ ആരിഫിനെ ഇന്റർനെറ്റ് ചതിക്കുകയും പരസ്യമായി അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ആരിഫ് അവസാനം പറഞ്ഞു, ഇതിന്റെ തെളിവ് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അതിന് മാപ്പ് പറയുമെന്ന്. മിക്കവാറും മാപ്പ് പറയേണ്ടി വരും. അങ്ങനെ മാപ്പ് പറയും എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിനെ ബഹുമാനിക്കുന്നു. മാപ്പ് പറയേണ്ടി വരും. കാര്യം ആരിഫ് പറഞ്ഞ പച്ച കള്ളമാണ്. അതായത് ഖുറാനിൽ സ്വന്തം മക്കളെ കല്യാണം കഴിക്കാൻ അനുമതി ഉണ്ട് എന്നൊരു വേഴ്സ് ഉണ്ട്, ഒരു ആയത്തുണ്ട് എന്ന് ആരിഫ് പറഞ്ഞു. അപ്പൊ പുള്ളി സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചു, എവിടെയാണ് ആയത്തം? ഞാൻ ശ്രീ അനിൽകുമാർ അയ്യപ്പനോട് ചോദിച്ച ചോദ്യം പോലെ കോടതി ഖുറാൻ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ എന്ന് ചോദിച്ചപ്പോ തപ്പി നിന്നതുപോലെ ശ്രീ ആരിഫിനെ പച്ചയ്ക്ക് പിടിക്കേണ്ടി വന്നു. നമുക്ക് ആ വീഡിയോ കാണാം. ആ വീഡിയോ കാണേണ്ട വീഡിയോ ആണ്. നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസിന്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ മലയാളവും കൊടുത്തിരിക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ ഞാൻ 1 മിനിറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ആഭാസത്തരം പറയുകയാണ് ഈ വിശ്വാസികളെ മോശമാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തു. അത് നമ്മൾ കേൾക്കേണ്ട കാര്യമല്ല, ബാക്കി കേട്ടിരുന്നാൽ മതി. Second point he raised, your Quran says you can sleep with your child. സ്വന്തം കുട്ടിയുമായിട്ട് ശയിക്കാമെന്നുള്ളതിനെയാണ് ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്. സ്വന്തം കുട്ടിയെ കല്യാണം കഴിക്കാൻ ഖുറാൻ അനുമതി നൽകുന്നുണ്ടെന്ന് ആരിഫ് പറഞ്ഞു. Your Quran. Okay, ഉണ്ടെന്ന് പറയുന്നത്. Wait. When you marry, you sleep. Do you have a wife? No, do you have a wife? Do you have a wife? Do you sleep with her? Do you sleep with her? Okay, clearly you sleep with your wife, right? The word is marry. ഖുറാനിൽ കുട്ടിയെ കല്യാണം കഴിക്കാമെന്നാണ് ആരിഫ് അവകാശപ്പെടുന്നത്. I claim the Quran says you can marry your child, right? I want him to now. If you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP and all the Zionists. ആരിഫിന്റെ മുഖം നോക്കിയോളൂ, കാണേണ്ടതാണ്. Lying upon our faith because they can do nothing but lie. And today is his exposure day. All the Muslims of India, spread this. This is janazah for this guy who claims things online, and when he's faced with challenges, he has nothing. He's going to pull out the ayah from the Quran now. സ്വന്തം കുട്ടിയെ കല്യാണം കഴിക്കാൻ ഖുറാൻ അനുമതി. Your time up. It's your time. ഞാൻ ആ വേഴ്സ് എടുക്കുകയാണ്. 2 minutes. When you make a claim, you should have the verse on your fingertips. You should know the verse. Start his time. No. It's not. പരസ്യമായി തേഞ്ഞൊട്ടുക എന്നൊക്കെ പറയുന്നത്. Now I knew I didn't want to debate. He doesn't. This is why these people don't want to debate. Body language face നോക്കിയാണ്. They know when faced with Muslims who study their faith, they have nothing but embarrassment. He doesn't even know science. He doesn't know philosophy. He doesn't know why he's ex-Muslim. He doesn't even know Islam because he claimed the Quran says you can marry your child. I want that verse. The Quran says you can marry your child. I want that verse. സ്വന്തം കുട്ടിയെ കല്യാണം കഴിക്കുന്ന വേഴ്സ് ഏതാണ് ഖുറാൻ? Or apologize to all the Indian Muslims. All the Indian Muslims in India, you have been demonizing and dehumanizing. Apologize. മുസ്ലിങ്ങളെ മനഃപൂർവ്വം വക്രീകരിക്കുകയാണ് ആരിഫ് ഹുസൈൻ ചെയ്യുന്നത്. അതിനെതിരെ നമ്മൾ ഹിന്ദുക്കൾ നിൽക്കണം, ക്രിസ്ത്യാനികൾ നിൽക്കണം. Say I'm sorry, all Muslims. I'm a fool. I'm an idiot. I'm a Zionist. That's why I'm an idiot. I'm sorry. പരസ്യമായി അപമാനം കേട്ടിട്ടുണ്ട്. It's my time. It's your time now. It's my time. Now my time. Clearly, ladies and gentlemen, അതായത് ഓരോരുത്തർക്കും 2 മിനിറ്റ് വെച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ 2 മിനിറ്റ് ആരിഫ് തപ്പി കിട്ടുന്നില്ല. Ladies and gentlemen, there is no verse in the Quran that says you can marry your child. So no. ആരിഫ് ചാറ്റ് ജിപിടി എടുത്തു, ഇന്റർനെറ്റ് ചതിച്ചു, ചാറ്റ് ജിപിടി ചതിച്ചു. Guys, are you here to help me or are you here to propose problem? I hope he's not paying you. Let him fight. If you make noise, you're helping him. Yeah. So, ladies and gentlemen, he does not have this verse. എത്ര മിനിറ്റാണ്? Does not exist.
We know the Quran. It's not there. These are liars. When they say the ex-Muslim, they want money from the BJP government. They want money from the Zionists, and they want visits, tours to Israel, so that they can be given platform to talk to ignorant fools. Right? Now we are talking. Now we are talking. Show me the verse, or you will apologize like a gentleman if you want. You're a kafir, and not every kafir. ആ വേഴ്സ് കാണിക്കൂ. എവിടെയാണ് ഖുറാനിൽ സ്വന്തം കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് എഴുതിയിരിക്കുന്നത്? ആ വേഴ്സ് കാണിക്കൂ, ഇല്ലെങ്കിൽ ക്ഷമ പറയും. Okay, there are kuffar who have principles. I hope you are one of those kuffar who has principles. Now my നിങ്ങൾക്ക് ആ രീതി ജെന്റിൽമാൻ ആണെങ്കിൽ, മര്യാദ ഉണ്ടെങ്കിൽ, പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞാൽ അപ്പോളജൈസ് ചെയ്യും. Question is, if a person you cannot prove can sleep with his mother, then why would we follow what you are following? Why would we follow when you have no moral values to offer? When you have nothing to offer in return? ആരിഫിന്റെ മുഖം നോക്കിയാണേ മുഖം ഉയരുന്നില്ല. ലണ്ടനിൽ വെച്ചാണ് ചെയ്യുന്നത്. ആരിഫ് BJP ആണെന്ന് തുറന്നു പറയുന്നുണ്ട്. ആരിഫ് BJP ആണ്. So now you want Muslims to follow your kufr because you're kuffar. At least offer something in return. Say, yeah, we have a moral standard. 5.5 മിനിറ്റായി. 5 മിനിറ്റായി. To sleep with your mother. Okay. ഈ പറഞ്ഞ പരാമർശമാണ് ആദ്യം നടത്തിയ ഡിബേറ്റ്. അതൊരു ആഭാസ ഡിബേറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. It's not haram to sleep with your mother because you are atheists, agnostics, right? You have no objective moral values. No, I'm not talking to you. I'm not debating you. You have no objective values. He's gonna be looking for the verse all day. Okay. I want you to give us a moral standard that we can use to live a happy life. We are Muslims. We are claiming we have a moral standard. We are living happy lives. We have discipline. We have education. We have great CEOs, doctors, scientists, philosophers, kings, sultans. We have all sorts of people. Okay. You, Arif, on the other hand, what do you have to offer? What do you have to offer? I want to know Anil Kumar Ayyappan moment. His mother is wrong. Or why? Oh, you're still looking for it? It's not there. You need help. See, അങ്ങനെ ഒരു വേഴ്സ് ഖുറാനിൽ ഇല്ല. സ്വന്തം കുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് ഒരു ഖുറാനിൽ ഒരു വേഴ്സ് ഇല്ല. ഇല്ലാത്ത വേഴ്സ് എങ്ങനെ ഉണ്ടാക്കും? It's your time now. Wait. It's his time now. So this is how you're going to debate, yeah? Online as well. Going to look on ChatGPT and stuff like that. ChatGPT നോക്കി. He hates ChatGPT. I want ChatGPT ചതിച്ചു guys. I want all Indian Muslims to spread this around India and expose. ഇന്ത്യൻ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇത് ഇന്ത്യൻ ഹിന്ദുക്കളും ഇന്ത്യൻ ക്രിസ്ത്യാനികളും മതസൗഹാർദ്ദത്തെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ജനങ്ങളിലേക്ക് എത്തിക്കണം. കാര്യം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്, ഹിന്ദു ഫോബിയ എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ഫോബിയ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ശാപമാണ്. ഇസ്ലാമിനെതിരെ ആരെങ്കിലും വാളെടുത്താലും, ക്രിസ്ത്യാനികൾക്കെതിരെ വാളെടുത്താലും, ഹിന്ദുക്കൾക്കെതിരെ വാളെടുത്താലും ആ വാളിന് പരിചയമാകേണ്ട ഉത്തരവാദിത്വം ഗാന്ധിജിയുടെ രാഷ്ട്രത്തിൽ, ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യത്തിൽ, ഇന്ത്യ മഹാരാജ്യത്തിൽ, ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തിൽ നമുക്കുണ്ട്. Because Zionism makes you so evil that you become a liar and you become completely mindless. ജൂതൻ വേറെ, സയനിസ്റ്റ് വേറെ, ഹിന്ദു വേറെ, ഹിന്ദുത്വ വേറെ, ഇസ്ലാം വേറെ, ഇസ്ലാമിസ്റ്റ് വേറെ. Tells Muslims to marry their own children. I want 8 മിനിറ്റായി. I want the verse right now. Or you apologize. You got 1 more minute left. Got it. He got it. He got something. He's not sure. കോടതി ഖുറാൻ ബാൻ ചെയ്തു. അനിൽകുമാർ അയ്യപ്പൻ ഖുറാനിൽ സ്വന്തം കുട്ടിയെ കല്യാണം കഴിക്കാം. ആരിഫ് ഹുസൈൻ. I'm Peter. Help me. All right, come on. Ask Tel Aviv. They came all the way India for this, like a failed mission. ഇന്ത്യക്കാരെ കൂടെ നാണം കെടുത്തിയല്ലോ ആരിഫ് ഭായി. മോഹം ഉയർത്തുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി, ആരിഫ് മോഹം ഉയർത്തുന്നില്ല, ഫുൾ ടൈം താത്തിയാണ് നിർത്തുന്നത്. There's a reason why you only make noise online. When faced with a Muslim who knows his faith, you have nothing. You have nothing. You have nothing but embarrassment. എന്നോടുള്ള ഡിബേറ്റിന് ശേഷം ആരിഫ് പറഞ്ഞിരുന്നു, ആരിഫ് എന്തുകൊണ്ട് തോറ്റു എന്നൊരു വീഡിയോ ആരിഫും ചെയ്തു. അസഭ്യവും ആഭാസവും പറയുന്നത് പോലെയല്ല പോയിന്റുകൾ വെച്ച് തർക്കിക്കുന്നത്, അല്ലെങ്കിൽ ഫാക്ട്സ് വെച്ച് തർക്കിക്കുന്നത്. അത് ഈ വിരോധമുള്ളവർക്ക് പറ്റില്ല. നോക്ക് 9 മിനിറ്റായി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വേഴ്സ് ഇല്ല. ഇല്ലാത്ത കാര്യം എങ്ങനെ കണ്ടുപിടിക്കും?
Muslims can sleep with their children, their daughters. എന്തൊരു ആഭാസത്തരമാണ് പറയുന്നത്. സ്വന്തം മകളോടും സ്വന്തം കുട്ടികളോടും ഒത്ത് ശയിക്കാം എന്ന് ഖുറാനിലുണ്ടെന്ന് എന്തൊരു കള്ളവും ആഭാസമാണ് പറയുന്നത്. He is looking for the verse. He made this claim. Hold on. You know these people. This is not a joke. I want everyone to listen. This is not a joke. These people, these evil people, Zionists and BJP apologists, they make these claims online to hundreds of millions of Indians, and they make these people hate Muslims. Correct. ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാനും മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാക്കാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. These people cause all gullible Indian masses to hate Muslims. നമ്മൾ പാവ ഹിന്ദുക്കളെ കൂടെ പറ്റിക്കുകയാണ്. Because of the lies. But when we confront them, when we challenge them, there is nothing. So I am appealing to the Indian people, the Indian masses. നമ്മളോടാണ്, മുസ്ലിങ്ങളോട് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരോടും. Don't believe these liars. ഈ കള്ളന്മാരെ വിശ്വസിക്കരുത്. പച്ചക്കള്ളം പറയുവാണ്. പരിശുദ്ധ ഖുറാനെ കുറിച്ച് പച്ചക്കള്ളം പറയുവാണ്. പരിശുദ്ധ ഖുറാനെ കുറിച്ച്, പരിശുദ്ധമായ ഭഗവത്ഗീതയെ കുറിച്ച്, പരിശുദ്ധ ബൈബിളിനെ കുറിച്ച്, ഏതിനെ കുറിച്ച് കള്ളം പറയുന്നതും ഒരു സെക്കുലറായ, പ്ലൂറലിസ്റ്റിക് ആയ, ഗാന്ധിജിയുടെ നാട്ടിൽ ജനിച്ച, സ്വാമി വിവേകാനന്ദന്റെ നാട്ടിൽ ജനിച്ച ഒരു ഇന്ത്യക്കാരൻ എതിർക്കേണ്ടതാണ്. അയാൾ സ്റ്റഡി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, എവിടെയാ വേഴ്സ്? He doesn't have the ayah. He's pretending that he has something. I know there is no ayah. I know there is. അടിസ്ഥാനപരമായ കുറച്ചൊക്കെ ഖുറാനും ബൈബിളും ഒക്കെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു സൂക്തം ഇല്ല, ചുമ്മാ പറയണതാണ്. Now that is clear. Correct. Does he have the shame? ജയിച്ചു. പുള്ളിയുടെ വിജയത്തിന്റെ മൊമെന്റ് ആണ്. I know he doesn't. നാണമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ അപ്പോളജൈസ് ചെയ്യണമെന്ന് പറയാം. He doesn't have the shame. നാണമില്ല, ഉളുപ്പില്ല. He will not, because he's a Zionist. Zionists are some of the most evil people on the planet Earth. ജൂതന്മാര് വേറെ, സയനിസ്റ്റുകൾ വേറെ. People who sympathize with them. കൊച്ചു പിള്ളാരെ, ഇറാനിലാണെങ്കിൽ 160 കൊച്ചു പിള്ളാരാണ് ഇത്തരം ആക്രമണങ്ങൾ മരിച്ചത്. അത് പറഞ്ഞാൽ മറ്റൊരു വിഷമാണ്. Apologists for child killing. Zionists are liars. So is he. His teachers are Zionists. That's why he cannot find that verse in the Quran that he claimed is there. Now, ആരിഫ് ഭായി തലയൊന്ന് മാറ്റി പിടിക്കുക. ആരിഫ് ഭായി തല വേദനിക്കും. 12 മിനിറ്റായി മുഖം കുരിഞ്ഞിരിക്കുക. Why is he like this? Why is he like this? He's like this. Okay, he's gonna now listen to voice notes. So. No, brother. പരസ്യമായി അപമാനിക്കുക. നിങ്ങൾ ഇന്ത്യയിൽ ഫേമസ് ആവുന്നു, സത്യം. ഒന്ന് തിരിച്ച് മുഖം കാണിച്ചു കൊടുക്കുക. ഇയാൾ കൊള്ളാം കേട്ടോ, കിട്ടില്ല. All the Muslims in India, every time you see this guy, ask him for the ayah. Correct. Ask him for the verse. ആരിഫ് വരുന്ന ഡിബേറ്റുകൾക്കെല്ലാം എവിടെയാണ് ഖുറാനിൽ സ്വന്തം കുട്ടിയുമായിട്ട് ശയിക്കാം, കുട്ടിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു? Do not leave him alone until he apologizes to all the Muslims of India. ആരിഫ് പബ്ലിക്കലി മാപ്പ് പറയേണ്ടതാണ്, ഒരു സംശയവുമില്ല. പബ്ലിക്കലി മാപ്പ് പറയേണ്ടതാണ്. കാര്യം ഒരു എന്താ പറയണേ, അടിസ്ഥാനമില്ലാത്ത കള്ളങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത പച്ച കള്ളമാണ് പറയുന്നത്. Because people like him are being paid by the Zionists from Israel to spread hatred against Muslims in India. The BJP and the Zionists work together to hate Muslims and spread hatred. അല്ല, BJP അല്ല, പക്ഷെ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര സയനിസ്റ്റുകളും. ഇവരെല്ലാം അപകടമാണ്. തീവ്ര ഹിന്ദുത്വവാദികൾ, തീവ്ര സയനിസ്റ്റുകൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര പ്രസംഗികൾ. നമുക്കൊരു മിതവാദം വേണം. Muslims in India, you the Indian Muslims, be proud of your faith and don't be intimidated by individuals like this. Always challenge them. Bhagjo. ഓടിക്കോളാൻ. Why do the Zionists eat Gai Mata? Why do they eat Gai Mata? They don't care. Gau Mata. They eat the cow, which is sacred to BJP. സീക്രട്ട് ഹിന്ദുസ് ആണ്, BJP അല്ല. ഹിന്ദുത്വ, അതായത് വീര സവർക്കർക്കടക്കം യാതൊരു രീതിയിലും പശുവിനോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. പരസ്യമായി തോറ്റു. Even AI is not helping you. പുള്ളിക്ക് അറിഞ്ഞുവിടാ, ഇന്റർനെറ്റ് വന്നാൽ ഇസ്ലാം ഇല്ലാതാവും എന്ന് പറഞ്ഞ ആളാണെന്ന് പുള്ളിക്ക് അറിഞ്ഞുവിടാ. ഒരു സെന്റ് ഒന്നുകൂടെ കേൾക്കണേ. Even AI is not helping you. What's your name? ഞാൻ റോമിംഗ് ആണ്, ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല. കേട്ടോണേ. Even AI is not helping you.
What's your name? What's your name? ഇന്റർനെറ്റ് ഇല്ല, അത് മാത്രമാണ് എന്റെ പ്രോബ്ലം. What's his name? He said Arif. You can go. I told you this. Arif. Arif. All the information and all the evidence will be there online. No. You're going to collect the videos and then you're going to go. That's why he just said. No. Right here. Right here. Okay, your excuse is internet. I give internet. How about that? No, we have internet. Yeah, my phone. ഇന്റർനെറ്റ് ഇല്ലല്ലേ, നമ്മൾ ഇന്റർനെറ്റ് തരാം. My phone. You can give me half an hour. My phone. അപ്പം Internet. No problem. Take half an hour break and find the ayah. അരമണിക്കൂർ എടുത്തോളൂ, ഞങ്ങൾ ഇന്റർനെറ്റ് തരാം. His friend is telling him, nikal, bhai. ഓടിക്കോ. ആരിഫിന്റെ കൂടെ ഉള്ളവൻ പറയാണ്, നോക്ക് പോവാം. He's going to give you an explanation video later. അത് കേക്കണ്ടാണ്. സൈഡിൽ വന്ന് പറയണേ, ആരിഫായി തേഞ്ഞൊട്ടി, നമുക്ക് രക്ഷപ്പെട്ടോളാം. Self-imposed pattern. Do not make challenges you can't keep. We challenge Adnan that he's going to ask this അദ്നാൻ കൊള്ളാം, എനിക്ക് ഞാൻ അദ്നാനെ ഒന്ന് കണക്ട് ചെയ്യാം. and then he has no answer, no evidence. So All he has to do is like the normal. नहीं. अभी मैं हिंदी में बोलूंगा सारे इंडियन मुस्लिम्स के लिए कि ये बंदा ഹിന്ദി എല്ലാവർക്കും അറിയണമെന്നില്ല, അതൊക്കെ വെളിയിലുള്ള ആൾക്കാരുടെ ധാരണയാണ്. ഹിന്ദി നമ്മുടെ എല്ലാ ലാംഗ്വേജ് ആണ്. ये जो बंदा अपने आप को काफिर कहता है और मुसलमानों के खिलाफ नफरत फैलाता है झूठ बोल के कि कुरान में आयत है जो बोलती है, जो कहती है कि आप अपनी बच्चियों के साथ शादी कर सकते हैं. मैंने इसको बोला आयत निकालो कुरान से, और आयत नहीं निकल रही इससे. ये पिछले 10 मिनट से आयत ढूंढ रहा है कुरान की, इसको मिल नहीं रही, तो इसने झूठ क्यों बोला? हम इसको बोल रहे हैं माफी मांगो मुसलमानों से, क्योंकि तुम लोगों को झूठ बोल के उनके दिलों में मुसलमानों के लिए नफरत डालते हो. ये बोल रहा था कि मैं प्राउड साइनिस्ट हूँ, मैं प्राउड बीजेपी हूँ. ये लोग मिलके काम करते हैं जायनिस्ट के साथ ताकि मुसलमानों के खिलाफ इंडिया में नफरत फैलाई जाए. मैं इसको बोल रहा हूँ कि मुसलमानों से माफी मांगो. और ये झूठा इंसान जिसने झूठ बोला, इसको असल में इससे पहले इसको ऐसा चैलेंज मिला नहीं. इससे पहले इसको ऐसा गलती की, स्पीकर कॉर्नर लंदन आ गया. ये समझ रहा था मैं यहाँ के अपने झूठ बोलूंगा, मैं बकवास करूंगा और मुझे कोई चैलेंज नहीं करेगा. എന്റെ ദൈവമേ, വിദ്വേഷം തോക്കുന്നതിലുള്ള സന്തോഷമാണ്. അതായത് നമ്മൾ വിശ്വാസികൾ, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഒരുമിച്ച് നിൽക്കണം. ഇത് ആരിഫായുടെ അതിൽ നിന്നുള്ളൊരു ഫോട്ടോ ആണ്, ഒരു മൊമെന്റ് ആണ്. കുഴപ്പമില്ല, നമ്മൾ തേഞ്ഞൊട്ടി എന്നുള്ളത് എന്തൊരു കള്ളത്തരമായിരുന്നു. പരിശുദ്ധ ഖുറാനെ അപമാനിക്കുന്നത്, പരിശുദ്ധ ബൈബിളിനെ അപമാനിക്കുന്നത്, പരിശുദ്ധ ഗീതയെ അപമാനിക്കുന്നത് എല്ലാം ഒരേപോലെ മോശമാണ്. ആരിഫ് അതിനുശേഷം അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അതിൽ ആരിഫ് പറയുന്നുണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മാപ്പ് പറയുമെന്ന്. ആ വാക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ 100% ആരിഫ് ഹുസൈന് മാപ്പ് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെ മാപ്പ് പറയും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അതാണ് മര്യാദ. എന്തായാലും ഇത് ഓർക്കുക, മുസ്ലിം അവിശ്വാസിക്ക് മേൽ നേടിയ ഒരു വിജയം മാത്രമല്ല, ഒരു വിശ്വാസി അവിശ്വാസിക്ക് മേൽ നേടിയ വിജയമാണ്. എല്ലാ വിശ്വാസധാരകളും, ഈശ്വര വിശ്വാസികൾ നിരീശ്വരവാദിക്ക് മേൽ നേടിയ വിജയമാണ്. അതിനാണ് ഒരു വലിയ കയ്യടി. അൻമാസ്ക് അനോമലീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കും അപ്രീസിയേഷൻ. എന്തായാലും അതൊരു സന്തോഷം നൽകുന്ന, വിശ്വാസത്തിന്റെ വിജയമുള്ള വീഡിയോ.